ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മൾ നിർത്തിയെടുത്ത് പള്ളി വെച്ചാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ് പറഞ്ഞത്. നമ്മളിപ്പം മൾട്ടിപ്ലെയർ കളിക്കാമെന്ന് ഓർത്ത്, പിന്നെ ഓർത്ത് ഞാൻ നമുക്ക് പിന്നെ ഒരു ദിവസം മൾട്ടിപ്ലെയർ കളിക്കാം. എൻ്റെ റൂമിടാൻ ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 2-3 പെറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആട് കണ്ട് അതൊക്കെ എടുത്തായിരുന്നു. അപ്പം പള്ളിയുടെ മുറ്റത്ത് തന്നെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരെ അമ്പലത്തിൽ പോകണം. റൂട്ട് എനിക്കറിയത്തില്ല, നമ്മളൊരു വെച്ചത് പോകാം നമുക്ക്. സിഗ്നൽ സൗണ്ട് കുറവായിരുന്നെന്ന് പറഞ്ഞായിരുന്നു. സിഗ്നൽ സൗണ്ട് കുറവേണ്ട കാര്യം ഞാൻ മറ്റേ ഹെഡ്സെറ്റ് വെച്ചാൽ അത് വേറെയായിരുന്നു. എന്ന് വെച്ചാൽ നെക്ക് ബാൻഡ് പോലത്തെ അല്ല, എൻ്റെ ചെറിയ മൈക്ക്, അത് അടുത്ത് വെക്കണം. ഞാൻ ആ കാര്യം മറന്നുപോയി. നമ്മുടെ എൻ്റെ ഹെഡ്സെറ്റ് പേരെന്താ അറിയത്തില്ല, അങ്ങനെയുള്ള ഹെഡ്സെറ്റാണ്. പിന്നെ പെറ്റി കിട്ടുമെന്ന് എനിക്ക് നല്ല ചാൻസ് തോന്നുന്നുണ്ട് ഈ വഴി. കാരണം അമ്പലത്തിലോട്ട് ഞാൻ പോയിട്ടില്ല മൾട്ടിപ്ലെയർ കളിക്കാൻ. കാരണം റൂമിൽ ലിമിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ജസ്റ്റ് ഈ മാപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി റൂം കളിച്ചായിരുന്നു. ഞങ്ങളൊരു 3 പേര്. എന്നിട്ട് ബ്ലൈൻഡ് ഇട്ടുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും സീനാക്കണ്ട, അതൊക്കെ ക്ഷമിക്കേസ്. അപ്പോൾ 3 പേര് കളിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് പോയി. പിന്നെ ഒരു പെട്രോൾ പമ്പിൻ്റെ അതിലെ കൂടെ ഒക്കെ പോയി. അപ്പോൾ ഞാൻ ഇല്ലാതെ പിന്നെ ആരെന്ന് പറഞ്ഞൊരു ഫ്ലെക്സൊക്കെ കാണുന്നത്. നമ്മൾ നൈറ്റാണ് പോയി. അപ്പം ആ സമയത്ത് ഓൺലൈനിൽ കളിക്കുന്ന ലിമിറ്റൊക്കെ ഉള്ളതുകൊണ്ട് ലിമിറ്റ് എൻ്റെ വയസ്സ് വണ്ടി ഓടിച്ചടാ. ബ്ലൈൻഡ് ഇട്ടുകൊണ്ടെനിക്ക് ഈ സ്പീഡ് എത്ര കയറുന്നതെന്ന് പോലും അറിയത്തില്ല, കാണത്തില്ല. നിൽക്കട, ഞാൻ എടുത്ത് തരാടെ. ഇവനെന്നെ എത്ര ഞാൻ വണ്ടി പുറകോടെ എടുത്തപ്പോൾ ഞാൻ എടുത്ത് തരുന്നു. എന്ന് വെച്ചാൽ ബ്ലൈൻഡൊക്കെ ഇട്ടപ്പോൾ തന്നെ അവിടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് കളിച്ചായിരുന്നു. അപ്പോൾ പെറ്റി കുറച്ച് കിട്ടിയത്. പിന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് നമുക്ക് കുറച്ച് നേരം കളിക്കാൻ പറ്റുന്നത് വെച്ചാൽ ഓൺലൈനായിട്ട് കുറച്ച് ലിമിറ്റൊക്കെ ഉണ്ട് കുറച്ച്. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ മൾട്ടിപ്ലെയർ ഇപ്പോൾ കുറച്ച് പിന്നെ കളിച്ചുള്ളൂ. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ 10 മണിയെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. കാരണം ഇപ്പോൾ 10:16 ആയി. ഞാൻ വീഡിയോ റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഡബ് ചെയ്യാനിപ്പോഴാണ് മറന്നു പോയിരുന്നു. സോറി. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഖലീഫയും കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. ഇടയിലൊരു കമ്പനിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെയും അവിടെ പോയിട്ട് എടുക്കണം, ഒരു കമ്പനിയാണ് ചെയ്യണമെങ്കിൽ. ഇത് കൊള്ളാം കേട്ടോ. നമ്മുടെ ബസ് സൈഡിലെ ഒരു ഇതുണ്ട്, പിന്നെ ഓട്ടോ റൊട്ടേഷൻ അങ്ങനെയൊക്കെയുള്ള. ഇവിടെ മണ്ണൊക്കെ ഉണ്ട്. ഇത് റിയൽ വഴിയാണ്. ഇതായാലും കമൻറ്റ് ഇന്നലെ 30 പേര് നമ്മുടെ വീഡിയോ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒറ്റ ഒരാൾ നമ്മുടെ മോഡറേറ്റർ മാത്രമേ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. 30 പേര് കണ്ടിട്ട് അവർ ഫുള്ള് വീഡിയോ കണ്ടുപോലും എനിക്കറിയത്തില്ല. മോഡറേറ്റർ മാത്രം വീഡിയോസിനെ പറ്റിയുള്ളതും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബിഗ് ഷൗട്ട് ഔട്ടാണ് നമ്മുടെ മോഡറേറ്ററിന് കൊടുക്കാനുള്ളത്. ആപ്പൊക്കെ വരുന്നുണ്ട്. നല്ല സ്പീഡിൽ പോകുന്നത് എനിക്കറിയത്തില്ല. അവിടെ മണ്ണൊക്കെ ഉണ്ടല്ലോ അവിടെ മണ്ണൊക്കെ കിടക്കുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്ലെയർ കളിച്ച് അതന്നെടാ ആ വണ്ടി തിരിഞ്ഞു പോയല്ലോടാ. സംഭളത്തിട്ട് കാണാം കേസിന്. സംഭവം നമ്മുടെ അമ്പലം എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. നമ്മുടെ ഒരു പുഴയൊക്കെ ഉണ്ട്, അതിലേക്കൂടാണ് നമുക്ക് വണ്ടി എങ്ങനെയല്ലോ ഇതിൻ്റെ അത് കയറ്റണം. ഇവിടെ ഇപ്പോൾ നിർത്തുവാണേ ചിലപ്പോൾ ബ്ലോക്കാവും. അതെ, ബ്ലോക്കാവും. അതുകൊണ്ട് അവിടെ കൊണ്ട് വട്ടം അടിച്ചിട്ട് തിരിച്ചിട്ട് കയറ്റാം കേട്ടോ. ഇവിടുന്ന് തിരിക്കാം. ഇടയ്ക്കട ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ എപ്പോഴും ക്യാപ് കട്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്ത ആപ്പ് മാറിപ്പോയിരുന്നു. അതുകൊണ്ട് മറ്റേ ഇത് സ്ക്രീനൊന്നും ബില്ലാക്കാൻ പറ്റില്ല യൂട്യൂബ് സൈസിൽ. അതേ സൈസിൽ തന്നെ ഇങ്ങോട്ട് വരുന്നു. സോറി. അപ്പോൾ ഈ ഐ എങ്ങനെയുണ്ട്? ഔട്ട് ഓഫ് 5 നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുക ഈ ഐക്ക്? നമുക്ക് കയറ്റിയിടാം. ഏത് പൊസിഷനിലാണ് ഇടുന്നത് എനിക്കറിയത്തില്ല. ആ ഒരു കോവിലായിട്ട് നേരെ ഇരിക്കുന്നൊരു സ്ട്രൈറ്റ് പൊസിഷൻ ഇട്ടാലോ, അതോ സൈഡിലോട്ട് ഇടണോ? പക്ഷേ ഈ റിവേഴ്സ് ഗിയർ വീഴുന്നതൊക്കെ എനിക്ക് ഈ ബ്ലൈൻഡ് ഇട്ട് കളിക്കാൻ വലിയ ശീലമൊന്നുമില്ല. പിന്നെ HUD ഒക്കെ അങ്ങ് മാറിപ്പോകും ഗൈസ്. എടാ കയറ്റാൻ ഗൈസ്. എടാ വണ്ടി കയറും എന്തായാലും കയറും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഓഡിയോ ഇടുമ്പോൾ ഇവരുടെ ഈ ഗെയിം സൗണ്ട് ഇടുവാണെങ്കിൽ എൻ്റെ സൗണ്ട് കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടായിരുന്നത്. ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്താണ് നിങ്ങളുടെ നിന്നൊന്നും പോകുന്നില്ല. പിന്നെ ഈ ചാനൽ നടക്കാല്ല സബ് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ടാർഗൊന്നുമില്ല, നിങ്ങളങ്ങ് അടിച്ച് സപ്പോർട്ട് ചെയ്ത് പവർ ആക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കോവിലിൻ്റെ ആ സൈഡിലോട്ട് നേരെ ഇടാമെന്നാണ്. അതാകുമ്പോൾ നൈറ്റ് വ്യൂവിലൊക്കെ ഇടാമെന്ന് അത്യാവശ്യം നല്ല ലുക്കായിരിക്കും. നോക്കട്ടെ, തിരിച്ച് ഇടട്ടെ. കുറച്ച് മൾട്ടിപ്ലെയർ കളിക്കണം അവന്മാർ പഴി പറഞ്ഞിരുന്നത്. പിന്നെ മൾട്ടിപ്ലെയർ കളിക്കുകയാണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് മറ്റേ മെസ്സേജ് അയക്കാനുള്ള അതിനുള്ളൊരു ഓപ്ഷനൊന്നും ഇല്ല. നമ്മളെ കണ്ടോടാ, ഈ കൈ തട്ടി ഇതൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൈൻഡ് ഇട്ട് എനിക്ക് കളിക്കാൻ അറിയത്തില്ല. കണ്ടോ, ഇവിടേക്ക് തൊടുമ്പോഴാണ് ഇത് വരുന്നത്. ഇത് കണ്ടോ, കുറച്ച് പാടാണ്. നമുക്ക് സെറ്റാക്കാം. പിന്നെ കളിച്ചിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ആ മതിലിൻ്റെ അവിടെ കൊണ്ടിടാം ഒന്നെങ്കിൽ, അല്ലെ ഈ കോവിലുമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചേർന്ന് ഇവിടെ ഇടാം.
ഇത് ഏതായിരിക്കും നല്ലത്? ഇവിടെ നിന്ന് ഇട്ട് നോക്കട്ടെ, ലുക്ക് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ റിവേഴ്സ് എടുക്കുന്നതാണ്. റിവേഴ്സ് എടുത്ത് നോക്കട്ടെ. പിന്നെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ അതൊക്കെ വരും, അത് മൈൻഡ് ചെയ്യണം. സോറി. അപ്പോൾ വീണ്ടും റീഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ കട്ട് ചെയ്തിടുന്നത്. കട്ട് ചെയ്യുവാണ് ആ സീൻ തന്നെ അങ്ങ് പോകും. അവിടെ ഇവിടെ തട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഈ ഒരു പൊസിഷനിൽ ഇട്ടാലോ? ഏതായിരിക്കും ലുക്ക്? അയ്യോ അത്രയും പുറകെ പോകണ്ട. പൊസിഷൻ ഇതിനകത്ത് പിന്നെ മെയിൻ ഡ്രൈവർ ഉണ്ടായിരുന്നു. നമുക്ക് ഇറങ്ങി ഈ സ്ഥലം എല്ലാം മൊത്തം എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എടാ നമുക്ക് എന്തായാലും ഞാൻ ആ സൈഡിലൂടെ ഒന്ന് ഇട്ട് നോക്കട്ടെ, എന്നിട്ട് ഏതാ നല്ലതെന്ന് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഇവിടെ കണ്ടോ, അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ആയി പോയി കണ്ടോ. കൈ തട്ടി എങ്ങനെ ഓഫായി പോകുന്ന നമുക്ക് ഇടാം. നമുക്ക് പിന്നെ എടാ ഓക്കെ 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 ഇതാണോ നല്ലത്? ഇതാണോ നല്ലത് സാറോ? മറ്റേതാണോ? എനിക്ക് കുറച്ചുകൂടെ മറ്റേതാണ് നല്ലതെന്ന് തോന്നുന്നു കുറച്ചുകൂടെ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൊക്കേഷനിൽ അത് നിൽക്കുമല്ലോ. ഇതല്ലത് മറ്റേതല്ലേ? മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് നിൽക്കും. നമുക്ക് മറ്റേ ഇടാം എന്തായാലും. കുഴപ്പമില്ല, തമ്പൈൻ സെറ്റ് ചെയ്യാണ്ട് ഇടാം. ഡ്രോൺ വ്യൂ ഞാൻ ഇവിടെ നിന്നിട്ട് നോക്കട്ടെ. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഡ്രോൺ വ്യൂ ഒക്കെ ഉണ്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടോ. തമ്പനയിൽ എടുക്കാനാണെങ്കിലും പറ്റത്തില്ല. നമുക്ക് ഡ്രോൺ സ്പേസ് അത്യാവശ്യം നല്ലതുണ്ട് ഇതിന്. എന്താ ഇത് വേണ്ട, നമുക്ക് എന്തായാലും ഇതുണ്ടോ, നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്കപ്പോൾ എന്തായാലും ആ കോവിലിൻ്റെ സൈഡിൽ തന്നെ ഇടാം. അതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ കോവിലിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രോൺ വ്യൂ. ഓക്കെ, എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചേക്കാം. അപ്പം വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാ മച്ചന്മാർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. BSKയുടെ വീഡിയോ വേണം എന്തായാലും മാക്സിമം ആൾക്കാർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ. ലൈക്ക് അടിച്ച് പവറാ ഗൈസ് എല്ലാവരും.